ഹായ് കൂട്ടുകാരെ, ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാ. ഇന്ന് ഞാൻ അയില കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ചൂര വെച്ചിട്ടുണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ: ഉലുവ വേണം, ചീനാത്തുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ചെറിയുള്ളി, പെരിഞ്ചീരകം, സവാള. പിന്നെ ഞാൻ ഇതിലേക്ക് 2-3 തക്കാളി ഞാൻ മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ. അല്ലാത്തതാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ എടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകരുതേ, ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതൊന്ന് ചൂടായി വന്നാൽ എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു ട്രിക്കും കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 2-3 ടീസ്പൂൺ തേങ്ങ എടുക്കുക. ഈ പൊടിച്ച പൊടികളും കൂടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇതാണ് ഇതിലേക്കുള്ള ട്രിക്ക്. തോനെ തേങ്ങ അവർ 2 സ്പൂൺ അല്ല 3 ടീസ്പൂൺ. നമുക്ക് ഇനി ചട്ടി അടുപ്പിലേക്ക് വെക്കാം. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അടുപ്പത്ത് ഉണ്ടാക്കണം. അപ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. നമ്മളൊന്നാകണ്ട് ചുറ്റിച്ചു കൊടുത്താൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം, പിന്നെ ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ചില നാട്ടിൽ കടുക് പൊട്ടിക്കണതാണ് അല്ലേ, പക്ഷേ മലപ്പുറം നാട്ടിൽ ഞാൻ മീൻ കറിയിൽ കടുക് പൊട്ടിക്കണം കണ്ടിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. കരിഞ്ഞ് പോകണ്ട, നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെറുള്ളി എടുക്കട്ടെ. ഇത്ര ചെറുള്ളിയാണ് നിങ്ങൾക്ക്, സവാള കുറച്ചിട്ട് തോനെ ചെറുള്ളി എടുക്കാം കേട്ടോ. ചെറുള്ളി ഇടുമ്പോൾ അതിനെക്കാട്ടി ടേസ്റ്റ് ആക്കാരം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്നാൽ ചൂരക്കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം ചെറുള്ളി എടുത്തിരുന്നത്. ചെറുള്ളി കുറവായത് കാരണമാണ് ചെറുള്ളി കുറച്ചെടുത്തിക്കണത്. പിന്നെ ഒരു ചെറിയ സവാള എടുത്തിക്കണ്. ചൂരക്കറി ഉണ്ടാക്കിയപ്പോൾ അതിന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അന്ന് പറ്റിയില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളകിന് പകരം ചീനാത്തുമുളക് ഉണ്ടായപ്പോൾ ചീനാത്തുമുളക് ഇട്ടതാണ്. പച്ചമുളക് ഇട്ടാലും മതി. എന്നിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാടി കിട്ടും ചെയ്യും. കുറച്ച് നന്നായിട്ട് വാട്ടി കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ചെടുക്കാം കേട്ടോ. പിന്നെ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യമുള്ള പുളി ഉണ്ടല്ലോ, സാദാ പുളിയാണ് അങ്ങനെ പിഞ്ഞ് വയ്ക്കുക. എൻ്റെ അടുത്ത് കുടംപുളി ഉണ്ടായിരുന്നു, കുറച്ച് നേരം ചുടുവെള്ളത്തിലിട്ട് വെച്ചിന്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ട്രിക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. തോനെ തേങ്ങ പാടില്ല കേട്ടോ. 2-3 സ്പൂണിൽ കൂടരുത്. 2 സ്പൂൺ ആയാലും വേണ്ടില്ല. അരച്ചത് ഇതിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതാ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് തിളച്ച് വന്നപ്പോൾ ഒന്ന് കുറുങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചുടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചെടുക്കല്ലേ, ചുടുവെള്ളം തന്നെ ഒഴിച്ചെടുക്കണം. അപ്പോൾ ഒന്നും കണ്ട് ഒഴിച്ചെടുത്തപ്പോൾ തോനെ ആൾക്കാരുള്ളവർക്ക് കുറച്ച് കുറുകി വന്നാൽ കറി തികയില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം, തോനെ അധികം വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നേരം ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒന്നുകൂടി തിളക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് അതിലേക്ക് ആവശ്യമുള്ളത് അയിലക്കുട്ടികളാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തിളച്ച് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മീനുകൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. വെച്ച കറിയൊന്ന് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ അത് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഒരു തുള്ളി പൊടിപ്പിൻ്റെ കുറവുണ്ടായപ്പോൾ ഒരു പൊടിപ്പാണ് ഇട്ടതാണ്. പിന്നെ നമ്മുടെ അടുത്ത് ചപ്പുണ്ടായപ്പോൾ അത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഈ കറിവേപ്പിൻ്റെ ഇലയുണ്ട്, അപ്പോൾ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇതാ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ബൈ. അസ്സലാമു അലൈക്കും.